കുറെ എണ്ണം വണ്ടിയുടെ പിറകെ വന്ന് കിടന്നു ഹോണടിയോട് ഹോണടിയാണ്. കഷ്ടം സത്യം പറഞ്ഞാൽ ഈ ലോഡും കൊണ്ട് പോകുന്ന അവരെ സമ്മതിച്ചു കൊടുത്തില്ലേ പറ്റൂ. കാരണം ചിലവന്മാര് കയറ്റോട് കയറുമ്പോൾ തന്നെ പിറകെ വന്ന് പറപ്പെടാന്ന് പറഞ്ഞ 5-6 ഹോണടിയാ. കാരണം ഇവരപ്പം ഒതുക്കി കൊടുക്കണം. അവർ ഒരിക്കലും ഒതുക്കില്ല. കാരണം അവർക്ക് സേഫ് എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് മാത്രമേ അവർ ആ ലോറി ഒതുക്കൂ. കാരണം സൈഡ് പിടിക്കാൻ പറ്റത്തില്ല, സെന്റർ കീപ്പ് ചെയ്തേ അവർ പോത്തോളൂ. സേഫാന്ന് തോന്നുന്ന ഒരു നല്ല ലാൻഡിങ് എന്ന് വെച്ചാൽ നല്ല ഇത് കണക്കുള്ള റോഡാണെങ്കിൽ മാത്രമേ അവർ സൈഡ് ഒതുക്കത്തുള്ളൂ. കയറ്റം കയറുമ്പോൾ ഒരിക്കലും അവർ സൈഡ് ഒതുക്കത്തില്ല, സെന്റർ കീപ്പ് ചെയ്ത് അവർ പോകത്തുള്ളൂ. കാരണം സൈഡിൽ ഒതുക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ചതിപ്പായിരിക്കാം. കാരണം ഈ ലോഡ് ഉണ്ടോ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടോ? ആ ഉണ്ടോ ശരീരമുണ്ടല്ലോ അത്. കാരണം ഈ തടി ലോറി അല്ല ഇങ്ങനെ പോകത്തുള്ളൂ. നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേര് കുറ്റവും കുറവും പറഞ്ഞു വരും. സത്യം പറഞ്ഞാൽ അവർക്ക് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ ഇരുന്ന് ഞണ്ണാനേ അറിയത്തുള്ളൂ. ഉള്ള കാര്യം ഞാൻ പറയുവാണ്. ഇതണക്കുള്ള കഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് അവന്റെ പാടറിയത്തുള്ളൂ. കാരണം ഇങ്ങനെ ചെയ്തേ പറ്റൂ. ഇതുപോലുള്ള ഒരുപാട് ഗുഡ്സ് ബന്ധപ്പെട്ട ഒരുപാട് വണ്ടികൾ, ചരക്ക് ലോറികൾ, ഈ രാത്രി സമയങ്ങളിൽ പോയി നമുക്ക് ഒരുപാട് ചരക്ക് ലോറികൾ കാണാൻ കഴിയും. അതെല്ലാം ഇതൊക്കെ ഹെവി ലോഡ് അത്യാവശ്യം ലോഡ് കയറ്റി അവർ പോകത്തുള്ളൂ. എന്നാലേ അവർക്ക് പ്രോഫിറ്റ് ലാഭം ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ അതിന്റെ ഭാഗങ്ങൾ ഒരുപാടുണ്ട്. ഇത് കുറ്റവും കുറവും പറയാൻ വേണ്ടി ഒരുപാട് എണ്ണം, അതാണ് വണ്ടിയുടെ പിറകെ കിടന്ന് ഹോൺ അടിക്കുക ഒരുപാട് എണ്ണം. അത് നിങ്ങളിപ്പം വരുന്ന വഴി കണ്ടതിന്റെ പേരിലാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ എടുത്തത് ഇല്ലേ? രാത്രി നല്ല രസമുണ്ട് കാണാനില്ലേ? ആ ലോറി അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയുന്നുണ്ടല്ലേ? അതങ്ങനെ സൈഡിലോട്ടാണ് മാറിയുള്ള അവസ്ഥ നോക്കെ. അത് ചില ലോറികളൊക്കെ നമുക്ക് വിഷമം തോന്നും. കാരണം ആ ഡ്രൈവർ ഇനി എന്തോ ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നതാണ് പറ്റും. കയറ്റം കയറി വന്ന് സൈഡ് കൊടുക്കുന്നതായിരിക്കും കഷ്ടം. ആ വീല് ചിലപ്പോൾ ചതുപ്പിലോട്ട് മാറി അല്ലെങ്കിൽ തെന്നി മാറി കുഴിയിലോട്ട് ഇറങ്ങി പിന്നെ ആ ലോറി എടുക്കാൻ പറ്റത്തില്ല. ചില വണ്ടി ടയർ പൊട്ടി മൊത്തത്തിൽ കീറി റോഡിൽ കിടക്കുന്ന കാണാൻ പറ്റും. പിന്നെ ലോഡ് അവർ ഫുള്ള് വേറെ ലോഡിട്ട് മാറ്റണം. എന്തൊക്കെ ബുദ്ധിമുട്ടി അവര് ചെയ്യുന്നില്ലേ? ഞാൻ കുറെ നേരം ഇവരെ പിറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ആ ലോറി പോകുന്ന കണ്ടുകൊണ്ടേ. എത്ര നേരം കൊണ്ട് അതിങ്ങനെ പിറകെ ഞാൻ പോകുമെന്നറിയോ? അന്നേരം നമ്മളെ വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക്, അറിയുന്നവരായാലും അറിയാത്തവരടുത്ത് പ്രത്യേകം പറയുവാണ്, മേലെ ഇതുപോലുള്ള വണ്ടിയുടെ പിറകെ പോകുമ്പോൾ ഹോൺ അടിച്ച് അവരെ ഡിസ്റ്റർബ് ചെയ്ത്, ഹോൺ അടിച്ചോ ഓട്ടയ്ക്ക് ഇത് കയറാൻ പോവുകയാണ്, ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കുക, ഒറ്റൊരു ഹോൺ അത്രയും മാത്രം, എന്നിട്ട് കയറി പോവുക. കാരണം അവർക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഒരാൾ ഓവർടേക്ക് ചെയ്യാൻ വരുന്നുണ്ടെന്ന്. അല്ലാതെ പടപടാന്ന് അടിക്കരുത് അല്ലേ? കാരണം ഈ വളമൊക്കെ വളയുമ്പോ ഈ സത്യം പറയുന്നത് ചങ്കിടിക്കും. ഇതൊന്നും ചരിയൊന്നുമില്ല. അവര് വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആ പോകുന്നത്. വലിയ വണ്ടി കേട്ടോ, 4-8 വീല് ഇല്ലേ? 8 അല്ല 10 വീലുള്ള വണ്ടി കേട്ടോ ഈ പോകുന്നത്. നമുക്ക് ഈ വണ്ടി ഫ്രണ്ട് ഒന്ന് കയറി നോക്കിയാലോ? എടുക്കണേ? അത് കേറാനാ പാട് കണ്ടോ. ഈ വളമൊക്കെ വരെ അങ്ങനെ പെട്ടെന്ന് കേറാൻ പറ്റത്തില്ല. വലിയ വണ്ടി കേട്ടോ, ചെറിയ ലോറി ഒന്നും അല്ല. സൈഡ് കണ്ടോ? സൈഡിൽ ലോഡ് ഒക്കെ ഉണ്ടോ? അവരെ ഒതുക്കി തന്നുണ്ടോ അയാള്? നമ്മള് കൊറേ നേരം നമ്മള് പിറകിലുണ്ടെന്ന് അയാൾക്ക് അറിയാം. അത് ഒതുക്കി തന്നിട്ടില്ലേ വണ്ടി? അത് എത്ര വീലായിരുന്നത്? 12 വീലുള്ള വണ്ടിയായിരുന്നത്. ഞങ്ങളങ്ങനെ ഓൾ തമിഴ്നാട് യാത്ര ചെയ്ത് ഞങ്ങൾ തെങ്കാശിന്ന് ആര്യങ്കാവ് വഴി കൊല്ലത്തോട്ട് പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് കേട്ടോ ഈ വണ്ടി. കയറ്റമൊക്കെ കയറി വരുന്ന കാഴ്ചയാണ് കണ്ടതാണ്. ഭയങ്കര ഇതുപോലുള്ള ഒരുപാട് ലോറി കേട്ടോ. ചിലവന്മാര് ഭയങ്കരമായിട്ടാണ് കോമഡിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാം. കാരണം ഞാൻ ഒരു ലോറിയിലും പോയി അല്ലെങ്കിൽ പല ആൾക്കാരുടെ കേട്ട് കഴിയും. എൻ്റെ അച്ഛനൊക്കെ ഡ്രൈവറാണ്. അവരൊക്കെ പറയുന്നത് ഓരോ കാര്യം കേട്ടിട്ട് പണ്ട് വരെ കേട്ട് വരുന്ന കാര്യങ്ങളാണ്. അത് കേട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഇപ്പം പറഞ്ഞ കേട്ടോ. ഓക്കെ.